അമ്മ പറയുന്ന എല്ലാ കാര്യങ്ങളോടും യോജിക്കുന്ന ഒരാളാണോ? ഒട്ടുമല്ല. ആള് നല്ല പുരുഷ വിരോധിയാണ്. ആണാണോ? വെറുപ്പാണ്. ഈ ഇന്റർവ്യൂ എടുക്കുന്ന ഒരു അവതാരകനാണെന്ന് അറിഞ്ഞിരുന്നോ? ഒരു കാര്യം ഇവിടെ തേപ്പ് കിട്ടിയിട്ടുണ്ടോ? ഇഷ്ടം തേപ്പ് കിട്ടിയിട്ടില്ല. തേപ്പ് ഈ തേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പിൽ ഒരാൾ സിൻസിയർ ആയിരിക്കുന്ന സമയത്ത് മറ്റേ ആള് വേറെ ട്രാക്ക് വലിക്കണയാണോ തേപ്പ്? അത് ദാറ്റ്സ് നോട്ട് തേപ്പ്. കുറച്ചും കൂടെ ഒരു മോഡസ്റ്റിയിൽ പറയാൻ ഇറ്റ്സ് കോൾഡ് ചീറ്റിംഗ്. ഇത് തന്നെ മലയാളത്തിൽ നമ്മൾ തേപ്പ് എന്നുള്ളത്. ഞാൻ പറഞ്ഞു പോയി മാപ്പ് ചോദിക്ക് എന്ന് പറഞ്ഞിട്ട് മാപ്പ് ഒന്നും ചോദിക്കാൻ മന്നിച്ചിടുങ്കേ എന്നെ വിട്ടിടുങ്കേ ഞാൻ കേരളാവിൽ നിന്ന് വന്നേ ഇങ്ങ് പഠിക്കാൻ വന്നേ എന്നൊക്കെ പറഞ്ഞ് തൊഴുത് വീട് മന്നിച്ചിട്ട് പറഞ്ഞു. എന്റെ പൊന്നമ്മ ഞാനൊന്ന് പറയട്ടെ. കേരളത്തിൽ നിന്ന് ഇവക്കൊരു പ്രപ്പോസൽ വരുമെന്ന് തോന്നുന്നില്ല. അത് കിട്ടിയില്ല, എനിക്ക് കുഴപ്പമില്ല. അങ്ങനെ പോകുന്നതാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കും. എനിക്കവിടെ കർണാടകയില് അവിടെ ഗുണ്ടകളുണ്ട്. എനിക്ക് കുട്ടിയെ ഇഷ്ടം ഉണ്ടായിട്ട് കുട്ടിയെ കിട്ടിയൊന്നും അല്ല. അന്ന് ഞാൻ ഇവളുടെ ഫാദറും കൂടെ അതായത് ഇപ്പൊ ഹോട്ടൽ റൂമിൽ വിളിക്കണത് അവിടെ പോയിട്ട് ഇന്ത്യ പാകിസ്ഥാന്റെ വാറിനെ കുറിച്ച് പറയാനല്ലല്ലോ. അപ്പൊ അത് മനസ്സിലാക്കാനുള്ള ബോധവും വിവരം ഉണ്ടെങ്കിൽ കോടതി അത് കൺസേൺഡ് ആയിട്ട് തന്നെ കരുതി. നിയമത്തെ പെൺകുട്ടികൾ ഒരു ആയുധമാക്കുന്നുണ്ട്. അങ്ങനെ ഉപദ്രവിക്കാനാണ് ഇറങ്ങി തിരിക്കണമെങ്കിൽ നല്ല രീതിയിൽ ഇന്നത്തെ ജുഡീഷ്യൽ സിസ്റ്റം വെച്ചിട്ട് നമുക്ക് ഉപദ്രവിക്കാൻ പറ്റും. ഞാൻ അതിനെയൊന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല. യോജിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സൗഹാർദ്ദപരമായിട്ട് എന്ത് റീസണോ ആവട്ടെ. പെയിൻഫുൾ ആണില്ല എന്നല്ല, ഇമോഷണലി അത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെയിൻഫുൾ ആണ്. എൻ്റെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഈ നരസിംഹത്തിലെ രാവണപ്രഭുവിൽ ഒരെണ്ണം പറയുമല്ലോ, പാതിരാത്രിയിൽ വെള്ളം അടിച്ച് കയറി വരുമ്പോൾ എനിക്ക് കാലിൽ തുഴയ്ക്കാൻ ഒരു പെണ്ണ് വേണം. അന്നൊക്കെ കേട്ടിട്ടോ അയ്യോ ഒരു പുരുഷനാണെങ്കിൽ ഇങ്ങനെ എന്നെ വരണോ. റിയൽ ലൈഫിൽ വന്ന് പെടലിക്കിട്ട് ഇടിച്ചപ്പോഴേക്കല്ലേ മനസ്സിലായത് ഇത് ശരിയല്ലല്ലേ. സിനിമയിലൊക്കെ കേൾക്കാൻ കൊള്ളാം, കാര്യമായിട്ട് രണ്ടെണ്ണം കിട്ടിയപ്പോൾ കൊള്ളൂരല്ലോ. റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴേ യജമാനനും അടിമത്വവും അല്ലെങ്കിൽ വേലക്കാരിയൊന്നും അല്ലല്ലോ. ബാക്കിയുള്ളവർ അങ്ങോട്ട് തന്നെ നിനക്ക് വയ്യെങ്കിൽ കിടക്ക്, ഞാൻ പോയി ചായ ഇട്ടുകൊണ്ട് വരാം എന്ന് പറയുന്ന ഭർത്താക്കന്മാരുണ്ട്. മറ്റേത് അങ്ങനെയല്ല, അവിടെ ചാരി ഇരുന്ന് റിമോട്ടും വെച്ചിട്ട്. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട്. നമ്മൾ കള്ളം പറയാൻ പാടില്ലാത്ത രണ്ടുപേരുടെ അടുത്താണ്. ഒന്ന് ഡോക്ടറുടെ അടുത്തും ഒന്ന് വക്കീലിൻ്റെ അടുത്തും. 25 വർഷത്തെ സേവന പാരമ്പര്യമായി, 26 വർഷത്തെ സേവന പാരമ്പര്യമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് കേസുകൾ കൈകാര്യം ചെയ്ത ഒരു അഡ്വക്കേറ്റ് ഷൈല റാണിയും അദ്ദേഹത്തിൻ്റെ മകൾ ജൂനിയർ അഡ്വക്കേറ്റാണ് അഞ്ജലിയുമാണ് നമ്മളോട് കൂടെയുള്ളത്. വെൽക്കം ടു സ്റ്റോറി ബോക്സ്. നമസ്കാരം. ഏറ്റവും കൂടുതൽ മാമിനോട് തന്നെ ചോദിച്ച് സ്റ്റാർട്ട് ചെയ്യട്ടെ. ഒരുപാട് പേർക്കുള്ള സംശയങ്ങളും ഇപ്പോൾ പേഴ്സണലി എനിക്കും നമ്മുടെ ജീവിതമൊക്കെ മുമ്പോട്ട് പോകുമ്പോൾ എല്ലാവർക്കും ഉള്ളിലുണ്ടാകുന്ന കുറേ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കതിനെക്കുറിച്ച് തന്നെ ചർച്ച ചെയ്ത് മുമ്പോട്ട് പോകാതെ തന്നെ മാഡത്തിൻ്റെ ഇൻ്റർവ്യൂവിലൊക്കെ എല്ലാവരും കമൻറ്റിലിടുന്നത് ഒരുപാട് കാലങ്ങളായിട്ട് ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹിച്ചിരുന്ന കാര്യത്തിൻ്റെ ഉത്തരങ്ങളാണ് കിട്ടിയിരിക്കുന്നതെന്നാണ്. അപ്പോൾ സന്തോഷമാണ് നമുക്ക് അങ്ങനെയുള്ള ഒരു ആൾക്കാരെ കൊടുത്ത് ഇവിടുത്തെ പോലെ ഇരിക്കാൻ വേണ്ടി. മാം ആദ്യമായിട്ട് ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് കേസുകളാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്? ഡിവോഴ്സ് കേസുകളാണ് ഏറ്റവും കൂടുതലല്ല, ഡിവോഴ്സ് കേസുകൾ മാത്രമാണ് കൈകാര്യം ചെയ്തേക്കുന്നത്. വേറെ കേസ് ഞാൻ എടുക്കാറില്ല. പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ മുമ്പിൽ ഓരോരുത്തരും വരുന്നത്. ഇഷ്ടം പോലെ കാരണങ്ങളുണ്ടാവും. ഒരു ഡിവോഴ്സിൻ്റെ അടുത്തേക്ക് എത്തുന്നത് പല കാരണങ്ങളുണ്ടായിരിക്കും. പക്ഷേ ഇത്രയും നാളത്തെ ഒരു അനുഭവം വെച്ചിട്ട് ഏറ്റവും കൂടുതൽ കാരണമായിട്ടുള്ളത് എന്താണ്? വ്യക്തിപരമാണ്. നമ്മൾ വ്യക്തികൾ ഡിഫറെൻ്റ് ആയതുപോലെ തന്നെ കാരണങ്ങളും ഡിഫറെൻ്റ് ആയിരിക്കും. ചിലപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും ആസ് എ പേഴ്സൺ അവർ ഓക്കെ ആയിരിക്കാം, ഒരുമിച്ച് പോകുമ്പോഴുള്ള പ്രശ്നം. അപ്പം അങ്ങനെ ഒരു കോമൺ ഫാക്ടർ എനിക്ക് ഒരിക്കലും പറയാൻ പറ്റിയിട്ടില്ല. പിന്നെ കാരണങ്ങൾ ഡ്രഗ്സ് ആകാം, ഇപ്പോഴത്തെ മറ്റേ എന്താ പറയില്ലേ എക്സ്ട്രാ റിലേഷൻഷിപ്പ് ആവാം, പാരൻസിൻ്റെ ഇൻഫ്ലുവൻസ് ആവാം. അപ്പോൾ ഒരിക്കലും എനിക്ക് ഒരു കോമൺ ഫാക്ടർ ഒരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല ഇത് കാരണമാണ് ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് നടക്കുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സ്ത്രീകളുടെ മാറ്റം ഡിവോഴ്സ് കേസുകളുടെ എണ്ണത്തിന് കൂടാനുള്ള ഒരു കാരണം വേണമെങ്കിൽ എന്ന് വെച്ചാൽ സ്ത്രീകൾ, പഴയ സ്ത്രീകളും ഇന്നത്തെ പെൺകുട്ടികളുടെയും ആ ഒരു ചിന്താഗതിയിൽ വന്ന മാറ്റം. ഞാൻ എന്തിനിത് സഹിക്കണം, അല്ലെങ്കിൽ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കും, എന്തിനാണ് ഞാൻ ഇത്രയും സഫർ ചെയ്യേണ്ടത് എന്നുള്ളൊരു തോട്ട്. കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് മിക്കവാറും പെൺകുട്ടികളായിരിക്കും. പെൺകുട്ടികളുടെ മാറ്റമാണ് ഇപ്പൊ ഏറ്റവും നമ്പറുകൾ കൂടാൻ പറയാം ഒരു കോമൺ ഫാക്ടർ. ആ മാറ്റം നല്ലതാണോ? നല്ലതാണ്.
100% നല്ലതാണ്. എവരി വൺ ഡിസേർവ് എന്താ പറയില്ല ഹാപ്പി ആയിട്ടും പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ്. മാരേജ് എന്ന് പറഞ്ഞും കൊണ്ട് അവർ അതിനെ സഹിച്ച് ക്ഷമിച്ച് ആൾക്കാർ പറയണ പോലെ എന്തായാലും സഹിച്ച് ജീവിക്കുക. കുടുംബമാകുമ്പോൾ അങ്ങനെയല്ലേ. അതൊന്നും കുട്ടികൾക്ക് ഇന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അവർ പറന്ന് നടക്കട്ടെ. മാരേജ് എന്ന് പറയണേലും പിടിച്ചു കെട്ടി. ഈ ഒരു കാര്യം ഇപ്പൊ അഞ്ജലി ഇപ്പൊ അടുത്ത ജനറേഷനിലേക്ക് ഇതേപോലെ കേസുകളൊക്കെ അറ്റൻഡ് ചെയ്യേണ്ട ഒരാളാണ്. ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇപ്പൊ മാം സ്റ്റാർട്ട് ചെയ്ത വർഷം ഏതായിരുന്നു? 99 എൻറോൾ. ഞങ്ങൾക്ക് 98 ഞാൻ പാസ് ഔട്ട് ആയി. ഒരു വർഷം ഞങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നു. അതായത് 99 എൻറോൾമെന്റ്. ഓക്കെ. അപ്പൊ ആ ഒരു കാലഘട്ടം മുതൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തുറന്നു പറച്ചിലുകൾ പലതും അന്ന് ഉണ്ടായിരുന്നില്ല. ഇന്നാണ് തുറന്നു പറച്ചിലുകൾ ഒരുപാട് വരുന്നത്. ഇപ്പൊ അഞ്ജലിനോട് ഒരു കാര്യം ചോദിക്കാണ്. അഞ്ജലിയുടെ ട്രാക്ക് ഏതാണ്? ഇതുപോലെ കുടുംബ കോടതിയും അങ്ങനെ കാര്യങ്ങളൊക്കെ തന്നെയാണോ? എനിക്ക് ഫാമിലി കേസസ് ഇൻട്രസ്റ്റ് ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യണം, കുറച്ചും കൂടെ അറിയണം. ഇപ്പൊ അമ്മേന്റെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ എന്റെ നോളജ് കുറച്ചും കൂടെ ലിമിറ്റഡ് ആയിരിക്കും. പക്ഷെ കുറച്ചും കൂടെ അറിയണം, കാര്യങ്ങൾ അറിയണം എന്നുണ്ട് എനിക്ക്. അമ്മ ഈ ടൈപ്പ് ഓഫ് കേസുകൾ എടുക്കുന്നതുകൊണ്ടാണ് നോളജ് കുറച്ചും കൂടി ലിമിറ്റഡ് ആയിരിക്കും. ഷീ സ്പെഷ്യലൈസ്ഡ് ഇൻ ദാറ്റ്. അപ്പൊ എനിക്ക് എന്തായാലും 100% എവിടെ പോയാലും ഒരു ബാക്കപ്പ് പ്ലാൻ ആണിത്. എനിക്ക് എന്തായാലും ഇവിടുന്ന് എന്തായാലും 100% എല്ലാം അറിയാൻ പറ്റും. പക്ഷെ അത് മാത്രമല്ല, വി ആർ സ്റ്റഡിങ് എ ലോട്ട് ഓഫ് തിങ്സ് അല്ലേ. അപ്പൊ കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യണം. എന്റെ നോളജ് കുറച്ചും കൂടെ എനിക്ക് ഏതാണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവുക എന്ന് അറിയണമെന്നുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും മാഡത്തിനോട് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പൊ നേരത്തെ പറഞ്ഞു ഈ നല്ല തീരുമാനങ്ങളാണ് സ്ത്രീകൾ എടുക്കുന്നതെന്ന് പറഞ്ഞു. സാധ്യതകൾ ഒരുപാടുണ്ട്. ഞാൻ പറയുകയാണ് എല്ലാവരും അങ്ങനെയാണെന്നല്ല, പക്ഷെ ചില സമയത്ത് ഇതൊരു ആയുധമാക്കുന്നുണ്ടോ? നിയമത്തെ പെൺകുട്ടികൾ ഒരു ആയുധമാക്കുന്നുണ്ടോ? ഉണ്ട്. ഇല്ല എന്ന് പറയാൻ എനിക്ക് ഒരിക്കലും പറ്റൂല. അത് തിരിച്ചറിയാൻ മാഡത്തിന് പറ്റാറുണ്ടോ? എന്താണ് മുമ്പിൽ വരുമ്പോൾ തിരിച്ചറിയാൻ മാഡത്തിന് പറ്റാറുണ്ടോ? ഉറപ്പായിട്ട് പറ്റാറുണ്ട്. ഞാനതിനെ പ്രൊമോട്ട് ചെയ്യാറുമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അവരുടെ കൂടെ നിൽക്കുക. അവർ പറയണം മാം എനിക്കിത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യും. കാരണം ജീവിച്ചത് അവരാണല്ലോ. അവരെന്തുകൊണ്ടായിരിക്കും അവിടെ ഒരു തീരുമാനം. നമ്മൾ ജഡ്ജ്മെന്റൽ ആവേണ്ട കാര്യമില്ല. ഓരോരുത്തരും ഓരോ വ്യക്തികളാണ്. പക്ഷെ അതിന് ഒരു വെപ്പണായിട്ട് മറ്റയാളെ തകർക്കാൻ നിൽക്കുന്നത് ഞാൻ അനുവദിക്കാറില്ല. അങ്ങനത്തെ കേസ് ഞാൻ എടുക്കില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് അവർക്ക് വേണ്ടിയിട്ട് കോടതിയിൽ മുമ്പേ തലപൊക്കി നിൽക്കണമെങ്കിൽ എൻ്റെ ഉള്ളിലൊരു കോൺഫിഡൻസും ഐ എം റൈറ്റ് എന്നുള്ളൊരു ഫീൽ എനിക്ക് വേണം. അത് എനിക്കുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സിൻസിയറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇങ്ങനെ ഈ പറയുന്ന പോലെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്ക് ഒപ്പം നിയമം നിൽക്കട്ടെ, അത് നല്ല കാര്യങ്ങളാണ്. പക്ഷെ ചില സ്ഥലങ്ങളിൽ ഞാൻ എടുത്തു പറയുന്നത് മേഡത്തിനെ പോലെ ആളുകളോട് ചോദിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. പല സ്ഥലങ്ങളിൽ ഇപ്പോൾ പെൺകുട്ടിക്ക് ഒരു എക്സ്ട്രാ റിലേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള തിരക്കുകളായിക്കോട്ടെ, ഇദ്ദേഹം മര്യാദയ്ക്ക് കുടുംബത്തിൽ നല്ല രീതിയിൽ പോകുന്ന ഒരു ചെറുപ്പക്കാരൻ, ഈ കുട്ടി പോയിട്ട് ഒരു കേസ് ഫയൽ ചെയ്യാണ്, ഇയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തെളിവുള്ള സാഹചര്യത്തിൽ ഒരു കേസ് ഫയൽ ചെയ്യാണ്. എനിക്ക് മുമ്പോട്ട് പോകാൻ താല്പര്യമില്ല, പക്ഷെ ഇദ്ദേഹത്തിന് മുമ്പോട്ട് പോകാൻ താല്പര്യമുണ്ട്. ഇങ്ങനത്തെ കേസുകൾ മാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്? വരാറുണ്ട്. ഇപ്പൊ നമ്മൾ ആദ്യമാണെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ഒരു അമിക്കബിൾ സെറ്റിൽമെന്റ്, സൗഹാർദ്ദപരമായിട്ട് പിരിയാൻ പറ്റുമോ? ഇപ്പൊ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയാലല്ലേ റിലേഷൻഷിപ്പ് പോവുള്ളൂ. ഒരാൾക്ക് തീരെ പറ്റുന്നില്ല, എന്ത് റീസൺ ആവട്ടെ, എക്സ്ട്രാ റിലേഷൻഷിപ്പോ എന്ത് വേണോ ആവട്ടെ, മുന്നോട്ട് പോകാൻ പറ്റില്ല. ആദ്യം ഒന്ന് സംസാരിച്ചത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല, പിരിയണമെന്ന് പറയുകയാണെങ്കിൽ മറ്റേ ആൾക്ക് ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പൊ അവര് പറയും പറ്റത്തില്ല, എനിക്ക് ഈ ബന്ധം മുന്നോട്ട് പോകണമെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇവർ പറയണില്ല എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, നമ്മൾ ഒരിക്കലും ഒരു എക്സ്ട്രാ റിലേഷൻഷിപ്പ് റീസൺ എന്ന് പറയില്ല. റീസൺസ് നോക്കും. എല്ലാ ഫാമിലി കേസുകളിൽ ഗ്രൗണ്ട്സ് ഉണ്ട് ഫോർ ഡിവോഴ്സ്. ആ ഗ്രൗണ്ട്സ് എല്ലാം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ കോടതികൾ ഡിവോഴ്സ് കൊടുക്കുകയുള്ളൂ. അല്ല ചുമ്മാ ബഹുമാന്റെ കോടതി എനിക്ക് ഈ ബന്ധം വേണ്ട, എനിക്ക് എന്നെ വെറുതെ വിടണമെന്ന് പറഞ്ഞാൽ പറ്റൂല. ഗ്രൗണ്ട്സ് ഷുഡ് ബി പ്രൂവ്ഡ്. ഓക്കെ. ഒരു ഡിവോഴ്സിന്റെ കേസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കാലഘട്ടം കൊണ്ടാണ് അത് കേസ്? കണ്ടസ്റ്റിംഗ് ആണെങ്കിൽ ഒരു 2-3 കൊല്ലമൊക്കെ പോകും. കണ്ടസ്റ്റിംഗ് മീൻസ് ഞാൻ പറഞ്ഞില്ല, മ്യൂച്വൽ ആണെങ്കിൽ വേഗം കിട്ടും. മാക്സിമം 6 months. അതും 1.5 വർഷത്തെ സെപ്പറേഷൻ ഡേറ്റ് പറയുകയാണെങ്കിൽ വിത്തിൻ മന്ത്സ് നമുക്ക് മ്യൂച്വൽ ഡിവോഴ്സ് കിട്ടും. ഓക്കെ. ഇനിയിപ്പോൾ മ്യൂച്വൽ ഡിവോഴ്സ് അല്ല, ഇപ്പൊ ഈ ഹസ്ബൻഡ് കേസ് ഫയൽ ചെയ്തതിനു ശേഷം വിദേശത്തേക്ക് പോയി, പിന്നെ അദ്ദേഹം തിരിച്ചു വരുന്നില്ല, കേസ് തള്ളി പോകും. അത്ര തന്നെ. മാസ്റ്റർ ഓഫ് ദ സ്യൂട്ട് എന്ന് പറയുന്നത് പെറ്റീഷണർ അല്ലേ, അയാൾ അത് മുന്നോട്ട് പോകാൻ താല്പര്യം ഇല്ലെങ്കിൽ കേസ് ഡിസ്മിസ് ചെയ്യും. അല്ല, അദ്ദേഹം പറയുന്നതാണ് എനിക്ക് കേസുമായിട്ട് മുമ്പോട്ട് പോകാൻ താല്പര്യം, എനിക്ക് ലീവ് കിട്ടുന്നില്ല എന്നോ കാരണങ്ങൾ പവർ ഓഫ് അറ്റോർണി കൊടുക്കാൻ പറ്റും ഇവിടെ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റും. പക്ഷെ എന്നാൽ എത്ര നാളോളം അവർക്ക് നീട്ടിക്കൊണ്ടാൻ പറ്റും? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ഓഫ് അറ്റോർണി കൊടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് ട്രയൽ ടൈമിൽ അവർ വന്നാൽ മതി. ബാക്കിയെല്ലാം പവർ ഓഫ് അറ്റോർണി വെച്ചിട്ട് നിൽക്കുക. ട്രയൽ എന്ന് പറയുന്നത് വിസ്താരമാണ്. നമ്മൾ ഈ ചീഫ് എക്സാമിനേഷൻ, ക്രോസ് എക്സാമിനേഷൻ എന്നൊക്കെ പറഞ്ഞു ആ ടൈമിൽ മാത്രം അവർ വന്നാൽ മതി. അത് അവരുടെ സൗകര്യവും സമയം നോക്കിയിട്ട് കോർട്ട് ടൈം കൊടുക്കും. കാരണം പല സ്ഥലങ്ങളിൽ അറിഞ്ഞിട്ടുണ്ട് മനഃപൂർവ്വം
എനിക്ക് കേസ് എടുക്കുകയും ചെയ്യും, ഇവര് വിദേശത്തേക്ക് പോവുകയും ചെയ്യും, അവർക്ക് അവിടെ എക്സ്ട്രാ റിലേഷൻ ആയിട്ട് നിൽക്കുകയും ചെയ്യും. എന്നാൽ ഈ പെൺകുട്ടിക്ക് ഒരു ഡിവോഴ്സ് പ്രാവശ്യം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് എത്ര കാലഘട്ടത്തോളം നമുക്കിപ്പോ രണ്ടുപേരും യോജിച്ച് വരാതിരുന്ന ഒരു മാക്സിമം ഒരു 2-3 ഇയേഴ്സ് വരെ വേണമെങ്കിൽ പോവാം. ഇൻ കേസ് താഴെ കോടതിയിൽ അടിയുണ്ടാക്കി നമുക്ക് അനുകൂലമായിട്ട് വിധി വാങ്ങിച്ചാൽ ഹൈക്കോടതി പോയി അവിടെ കിടക്കും. അങ്ങനെ ഉപദ്രവിക്കാനാണ് ഇറങ്ങി തിരിക്കണമെങ്കിൽ നല്ല രീതിയിൽ ഇന്നത്തെ ജുഡീഷ്യൽ സിസ്റ്റം വെച്ചിട്ട് നമുക്ക് ഉപദ്രവിക്കാൻ പറ്റും അല്ലേ? സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനിട്ട് എന്ന് വെച്ചാൽ അപ്പീൽ കൊടുത്ത് അങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തും. ഞാൻ അതിനെയൊന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല. യോജിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സൗഹാർദ്ദപരമായിട്ട് എന്ത് റീസണും ആവട്ടെ. പെയിൻഫുൾ ആണില്ല എന്നല്ല, ഇമോഷണലി അത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെയിൻഫുൾ ആണ്. പക്ഷെ നമ്മൾ ഈ ബ്രേക്കപ്പ് ആവുന്നില്ലേ റിലേഷൻഷിപ്പ്, അതുപോലെ അങ്ങ് എടുത്താൽ മതി. അമ്മ പറയുന്ന എല്ലാ കാര്യങ്ങളോടും യോജിക്കുന്ന ഒരാളാണോ? ഒട്ടുമല്ല. ഞങ്ങൾ രണ്ടും ഈ കാര്യങ്ങളിൽ പലതിലും ഭയങ്കര, ഞാൻ എന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. നോർത്തും സൗത്ത് പോളും ഭയങ്കര ഓപ്പോസിറ്റ് പല കാര്യങ്ങളിലും. വീട്ടില് തുറന്ന ചർച്ചകൾ ഉണ്ടാവാറുണ്ടോ? തീപ്പൊരി പറക്കുന്ന ചർച്ചകൾ. ഏത് കാര്യമാണ് അംഗീകരിക്കപ്പെടാത്തത്? അല്ല, അമ്മയുടെ പല പെർസ്പെക്ടീവ്സിനോട് ആള് നല്ല പുരുഷ വിരോധിയാണ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എനിക്ക് ജെൻഡർ ഈക്വാലിറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് ഉള്ള ആളാണ്. അത് സ്ത്രീ ആയിക്കോട്ടെ അല്ലെങ്കിൽ പുരുഷനായിക്കോട്ടെ. പക്ഷെ അമ്മയ്ക്ക് ആണാണോ വെറുപ്പാണ്. ദൈവമേ, ഈ ഇന്റർവ്യൂ എടുക്കുന്ന ഒരു അവതാരകനാണെന്ന് അറിഞ്ഞിരുന്നോ? അങ്ങനെയല്ല, മെയിൽ ഈഗോ എനിക്കെതിരാ. എനിക്കങ്ങനെ മെയിലിന് എങ്ങനെ പുരുഷനായത് കൊണ്ടല്ല. പിന്നെ ഇവള് പറയണെന്ന് വെച്ചാൽ ഞാൻ എല്ലാ പുരുഷന്മാരെയും അങ്ങനെയാണ് കാണുന്നതെന്നാണ്. ചിലപ്പം ജീവിതത്തിലെ അനുഭവങ്ങളായിരിക്കാം. പക്ഷെ ഇവള് പറയുന്ന വെച്ച് കഴിഞ്ഞാല് ഞാൻ അങ്ങനെ എല്ലാം പുരുഷനാണെങ്കിൽ അമ്മ ആ ഒരു കണ്ണിലാണ് കാണുന്നത്. എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഇച്ചിരി ഒരു വിരോധിയാണോന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ബയസ്ഡ് ആണ്. ഇപ്പൊ ഒരു പെണ്ണും ആണും വന്ന് നിൽക്കുകയാണെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഇമോഷണലി കുറച്ചും കൂടെ ബയസ് പെണ്ണിനോടായിരിക്കും. എന്റെ ഓഫീസിൽ ജൂനിയേഴ്സ് എല്ലാ ജൂനിയേഴ്സും പെണ്ണുങ്ങളാണ്. ഒരാണില്ല പറയാനായിട്ട്. ഏറ്റവും കൂടുതൽ കേസ് വരുന്നത് പെൺകുട്ടികളുടെ. അപ്പൊ ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചും എല്ലാ ആൾക്കാരും എല്ലാ ഫ്രണ്ട്സും ആമ്പിള്ളേരാ. ഇവർക്ക് പ്രതിഷേധം ഇതിന്റെ വാശിക്കാണ്. എപ്പോ നോക്കിയാലും എനിക്ക് ആ പിള്ളേരോടൊന്നും അതിനെ ആണുങ്ങളായിട്ട് കൂട്ടിയിട്ടില്ല എന്നാ പറയാ എന്റെ ഫ്രണ്ട്സിനെ ഒന്നും. ഞാൻ പിന്നെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാം അങ്ങനെയല്ല. പണ്ട് ഓക്കെ ഫൈൻ, ഭയങ്കര ഒരു മെയിൽ ഡോമിനൻസ് ഉണ്ടായിരുന്ന ഒരു സമയമാണ്. പക്ഷെ ഇപ്പൊ കുറെയൊക്കെ മാറി. യു ഷുഡ് ബി കുറച്ചും കൂടെ ഓപ്പൺ ആയിരിക്കണം. രണ്ട് ഭാഗത്തും കാര്യങ്ങളൊക്കെ ഇച്ചിരിയൊക്കെ ഒരു മാറ്റം ഉണ്ടെന്ന് എനിക്ക് എപ്പോഴെങ്കിലും ഒക്കെ തോന്നാറുണ്ട്. പക്ഷെ എന്നാലും ഷീ സ്റ്റബേൺ അങ്ങനത്തെ ഒരു കാര്യത്തിൽ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മളെ അനുഭവം ഇങ്ങനെ ആയത് കാരണം എനിക്ക് ചിലപ്പം ഇത് ഇവന്റെ ഇന്റൻഷൻ ശരിയല്ലേ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞേ പ്രണയിക്കുകയോ സെക്സ് ചെയ്യണോ ഒന്നും അല്ല വിഷയം. കരഞ്ഞു കൂവി തേപ്പം വാങ്ങിച്ചുകൊണ്ട് തൂങ്ങിച്ചാവാൻ നിൽക്കരുത്, അത്ര എനിക്കുള്ളൂ. ഏവനെയോ പ്രണയിച്ചോ സെക്സ് ചെയ്യണോ ചെയ്തോ, പക്ഷെ കരഞ്ഞു കൂവി അയ്യോ കയ്യിൽ കീറി മുറിച്ച് അങ്ങനത്തതൊന്നും എനിക്കില്ല. പിന്നെ വല്ല ഡ്രഗ്സ് പോലുള്ളത് അതൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ആദ്യം നോക്കി, ഇവൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ബാംഗ്ലൂരിൽ. അപ്പൊ ഒരു ദിവസം ഇപ്പൊ ഇരുന്ന് സമാധാനം ഇല്ല, എന്താ സംഭവം ഞാൻ എന്താണെന്നറിയോ, നിന്റെ എല്ലാ ഫ്രണ്ട്സിനെയും ഡിന്നറിന് നേരെ ഫ്ലൈറ്റ് എടുത്തിട്ട് ഞാൻ അങ്ങ് പോയിട്ട് എല്ലാ ഫ്രണ്ട്സിനെ വിളിച്ച് പാർട്ടി കൊടുത്തു. എന്നിട്ട് ഓരോരുത്തന്മാരായിട്ട് ഇതിലേതാണ് ഇവൻ കൊള്ളു. ചിലവന്മാരൊക്കെ ചില്ല് ചെയ്യാൻ വരും. ഞാൻ ചോദിക്കും എന്താ വല്ല പഠിക്കുന്നത്, അത് ആക്ച്വലി ഞാൻ ചില്ല് ചെയ്യാൻ വരുന്നതെന്ന് പറയാം. ഞാൻ ഇവ ശരിയല്ല. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഏതെങ്കിലും പെൺകുട്ടികളുടെ അമ്മമാരെ ഡിന്നറിന് വിളിച്ചാൽ പോകരുത്. ഞാൻ അവസരമൊക്കെ മുതലാക്കി ഞാൻ എല്ലാരെയും വിളിച്ചു. ഒരു 10-12 പേരുണ്ട്. എന്റെ കുറെ ബില്ലും പോയി, പൈസയും പോയി. എങ്കിലും കുഴപ്പമില്ല, സമാധാനം ഉണ്ടല്ലോ. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നക്കാരന്മാരായിട്ട് തോന്നിയില്ല. ചിലർ വന്നിട്ട് നല്ല കാശുള്ള വീട്ടില്ല, അപ്പൊ അതുകൊണ്ട് ഇവന്മാർക്ക് കാശിന്റെ ഒന്നും വില അറിയത്തില്ല, ചുമ്മാ ചില്ല് ചെയ്യാൻ വന്നിട്ട് അങ്ങനെ വരുന്നതുണ്ട്. പക്ഷെ ഇവള് നല്ല ക്ലാസ് പഠിക്കുന്ന അങ്ങനെ പഠിത്തത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാരണം എനിക്ക് ഭയങ്കര ട്രസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ആളെ പഠിച്ചെടുക്കുമ്പോ എന്നൊക്കെ അറിയാം. പിന്നെ ഇതേപോലെ ചെക്കന്മാരെടുത്ത് വരുമ്പോൾ ഒരു ചെറിയ ഒരു റിലേഷൻഷിപ്പ് വരുമ്പോൾ അവ ശരിയല്ല എല്ലാം എൻ്റെ അടുത്ത് അവസാനം വന്നിട്ട് അമ്മ റൈറ്റ് അങ്ങനെ പറഞ്ഞിട്ടില്ല. അമ്മ റൈറ്റ് ആണ്, ഇഷ്ടം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് തേക്കുന്നു. വെരി റോങ് വേർഡ് ആണ്. ഇപ്പൊ നിങ്ങളല്ലേ എത്ര പ്രാവശ്യം പറഞ്ഞത്? എന്റെ അമ്മേനെ ഞാൻ തേപ്പെന്ന് പറഞ്ഞു. തേപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
തേപ്പ് അങ്ങനെയില്ല. ഈ തേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പിൽ ഒരാൾ സിൻസിയർ ആയിരിക്കുന്ന സമയത്ത് മറ്റേ ആള് വേറെ ട്രാക്ക് വലിക്കണയാണോ തേപ്പ്? അങ്ങനെയെങ്കിൽ ഇത് തേപ്പാണ്. തേപ്പ് കുറച്ചും കൂടെ ഒരു മോഡസ്റ്റിയിൽ പറയാൻ ഇറ്റ്സ് കോൾഡ് ചീറ്റിംഗ്. ചീറ്റിംഗ്. ഓ, ഇത് തന്നെ മലയാളത്തിൽ നമ്മൾ തേപ്പ് അങ്ങനെ വൃത്തികളൊക്കെ പഠിച്ചത് ബാംഗ്ലൂർ അല്ലേ? അത് ബാംഗ്ലൂർ ഭാഷ, ഇത് കേരള ഭാഷ പറയുന്നത് അല്ലേ? ഇല്ല, ഞാൻ അങ്ങനെ തേച്ചിട്ടൊന്നും ഇല്ല. അങ്ങനെ അത് അന്ന് ഞാൻ ചീറ്റ് ചെയ്തെന്നാവില്ലേ? അതല്ല, തേപ്പ് കിട്ടിയിട്ടുണ്ടോ? ഞാൻ ചീറ്റ് ചെയ്തോന്ന് എന്ത് നമ്മയാണത്? അല്ല, സത്യത്തിൽ എന്താ സംഭവിച്ചത്? ഇല്ല, ഞാൻ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് നമുക്ക് ഒത്തു പോകാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ എപ്പോഴും ഒരു റിലേഷൻഷിപ്പിൽ കയറുമ്പോൾ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക്കും ആണ്, ഫുൾ ആള് ഇൻവെസ്റ്റ് ചെയ്യും. അതാണ് ഞാൻ 100% കൊടുക്കണം. മനസ്സിലായില്ലേ? അത് അമ്മയ്ക്ക് അമ്മയുടെ പ്രശ്നമാണ്, എന്റെ പ്രശ്നമല്ലേ അത്? അതെന്റെയും കൂടെ പ്രശ്നമാണ്. അത് ഇതെല്ലാം കഴിഞ്ഞിട്ട് അമ്മയുടെ അടുത്തല്ലേ വന്നത്. അത് മാത്രമല്ല, ഇത് ആരാന്ന് അറിയണം, അവരുടെ ഫ്രണ്ട്സിനെ വിളിച്ച് ട്രീറ്റ് കൊടുക്കണം, ബില്ലൊക്കെ പോകുന്ന അമ്മയുടെ വന്നിട്ട് ഇതെല്ലാം വന്ന് കറങ്ങി ചുറ്റി വരുന്നത് എൻ്റെ അടുത്തോട്ടാണ്. മനസ്സിലായില്ലേ? ഞാൻ പിന്നെ ഒരിപ്പോൾ റിലേഷൻഷിപ്പാണ്, മാക്സിമം അവനെ മനസ്സിലാക്കാൻ ശ്രമിക്കും. അവനുമായിട്ട് നല്ല കൂട്ടുപിടിക്കും. അവനെങ്ങനെയാണ് അപ്പം ശരി, അവൻ ഒന്നും നല്ലത് കാണുമല്ലോ, പക്ഷെ ഞാൻ എല്ലാം ചീത്ത മാത്രം ഇങ്ങനെ ഞാൻ റെഡ് ഫ്ലാഗ് ആണ്, ഇത് റെഡ് ഫ്ലാഗ് ആണ്, അത് റെഡ് ഫ്ലാഗ് ആണ്. എനിക്ക് പ്രഷറാണ് അവിടെ. അവൻ ശരിയല്ല, അവൻ പറ്റത്തില്ല, അവൻ തല്ലിപ്പുള്ളിയാണ്, നമുക്ക് പറ്റില്ല ഇങ്ങനെ പ്രഷറാണ്. പിന്നെ അവസാനം ഞാനും പിന്നെ അത് മാത്രമേ കാണുള്ളൂ. ഞാൻ ഡിഫെൻഡ് ചെയ്ത് ഞാൻ പണ്ടാറടങ്ങി പോകും. അമ്മയുടെ മനസ്സിൽ അവൻ റോങ് ആണെന്ന് തോന്നുന്ന സിറ്റുവേഷൻ ഏതാണ്? കാരണം ഇവൾ ഇൻവെസ്റ്റ് ചെയ്യണ അത്രയും എഫേർട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അത് അത്രയും, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവളെ നല്ലോണം അറിയാം. ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇവളെ അറിയാന്നുള്ള വ്യക്തി ഞാനാണ്. ആളുടെ സ്ട്രെങ്ത് ആണെങ്കിലും വീക്ക്നെസ് ആണ്, ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക്കും ഫോക്കസ്ഡ് ആണ് ആള്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ, ഈവൻ നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ അയാൾ 100% അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യും. മറ്റേ ആൾ അങ്ങനെ ആയിരിക്കത്തില്ല. ഇവളെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതൊരു മാരേജിൽ എൻഡ് ചെയ്യിക്കണമെന്നാണ്. പക്ഷെ ഇന്നത്തെ ക്യാഷ് ഹോക്കപ്സും മറ്റു സാധനങ്ങൾ അതൊക്കെ എന്നറിയില്ല, അതൊന്നും ആൾക്ക് ഓക്കെ അല്ല. ഞാൻ പറയില്ല, ഇവള് ഒരു സൈഡിലൊരു കുല ഉണ്ടോയെന്ന് തോന്നുന്നു, എന്നിട്ട് പറയുന്നത് ഭയങ്കര പുരോഗമനവാദമാണ്. മനസ്സിലായില്ലേ? എന്നിട്ട് എന്നെ പറയും ഞാൻ കുലസ്ത്രീ എന്ന്. പക്ഷെ ആക്ച്വലി ഇവളെങ്ങനെ കുലസ്ത്രീ അല്ലേ? കുലസ്ത്രീ എന്നല്ല. ഇപ്പൊ ഞങ്ങൾ രണ്ടാളും ഇപ്പൊ നമുക്ക് കാഷ്വൽ റിലേഷൻഷിപ്പിൽ പോകുന്ന ആൾക്കാരെ ഒരിക്കലും ഞങ്ങൾ ജഡ്ജ് ചെയ്യില്ല. അത് അവരുടെ ചോയ്സ് ആണ്. എന്നും പറഞ്ഞ് എനിക്കത് പറ്റുമെന്നില്ല. എനിക്ക് പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ പ്രിൻസിപ്പിൾസും മോറൽസും ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്നും പറഞ്ഞ് ഞാൻ വേറെ ആരും ജഡ്ജ് ചെയ്യില്ല. കാഷ്വൽ വെരി കോമൺ. ഇപ്പം ഞങ്ങൾ എൻ്റെ ജനറേഷൻ്റെ ഇടയിൽ വളരെ സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത് ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് പറഞ്ഞിട്ടാണ്. ബാക്കി വേറെ ഒന്നും പറയാറില്ല. പിന്നെ ഭയങ്കര നാവ് വേണ്ടായിരുന്നു തോന്നുന്നു, LLBക്ക് ഇവിടെ ഉണ്ടായില്ലായിരുന്നു എന്ന് തോന്നുന്നു. പറയാൻ പറ്റില്ല, നാളെ ലോകം അറിയപ്പെടാൻ പോകുന്നൊരു അഡ്വക്കേറ്റിന്റെ അമ്മയായി മാറും. സ്കൂളിൽ പഠിക്കുന്ന സമയത്തും കോടതിയിൽ കൊണ്ടുപോകും. അപ്പൊ ഞാൻ എപ്പോഴും കോർട്ടിൽ വരുമ്പോൾ നമുക്ക് ഈ കോടതിയിൽ ബെഞ്ചൊക്കെ ഇട്ടൊക്കെയല്ലോ, അവിടെ കൊണ്ട് ഇരുത്തിയിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ കേസ് നടത്തുന്നത്. അപ്പൊ സ്കൂളിൽ ഒരു ദിവസം വീട്ടിൽ വന്ന സമയത്ത് പപ്പയും മമ്മിയൊക്കെ കുറെ നീണ്ട ഇവളുടെ കുറ്റങ്ങൾ, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അങ്ങനെ ഭയങ്കര പ്രശ്നം, എന്തൊക്കെ ചെറിയ കുരുത്തക്കേട്. ആളെ ഞാൻ കൊണ്ട് പിടിച്ചിരുത്തിയിട്ടെ, നിനക്കെതിരെ ഇങ്ങനെയൊക്കെ കുറെ കംപ്ലൈന്റ്സ് ഉണ്ട്, ഇതൊക്കെയാണ്, എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാം ഞാൻ നിഷേധിക്കുന്നു. കോടതിയിൽ അതേപോലെ അങ്ങ് നിന്നിട്ട് സ്കൂളിൽ യൂണിഫോം ഇട്ടോണ്ടിരിക്കുകയാണ്. അമ്മ പറഞ്ഞതിനെല്ലാം ഞാൻ നിഷേധിക്കുന്നു. എനിക്കങ്ങ് ചിരി വന്നു. കാരണം നമ്മൾ കോടതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, പ്രതിഭാഗം ഇങ്ങനെ പറയുന്നു, എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പറയുമ്പോഴേക്കും സത്യമെല്ലാം ഞാൻ നിഷേധിക്കുന്നു എന്ന് പറയുന്നത്. അതേപോലെ ഇരുന്ന് പറയുക ഞാൻ എല്ലാം നിഷേധിക്കുന്നു. അതാണ് ഞങ്ങളുടെ ഇടയിലെ പ്രശ്നം. വായ്ത്താളം അടിച്ചടിച്ച് ആരും എവിടെ ഇങ്ങനെ ബാലൻസ് ആയിട്ട് നിൽക്കില്ല. ഒരാൾ കൗണ്ടർ അടിച്ചാൽ അതിന്റെ മേളിൽ 10 കൗണ്ടർ അപ്പുറത്തുനിന്ന് അടിക്കും. ഒരു നല്ല റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ടൈമിൽ ഇപ്പോൾ ശാരീരികമായിട്ടൊരു ബന്ധം ഉണ്ടായെന്ന് വിചാരിക്കും. ഒരു 4 വർഷത്തിന് ശേഷം ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഈഗോൻ്റെ പുറത്ത് ഈ പെൺകുട്ടി പോയിട്ട് പറയുകയാണ്. ഇപ്പോൾ പല കേസുകളും കണ്ടിട്ടുണ്ട്. എന്നെ ശാരീരികമായി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊരു കേസ് കൊടുക്കുമ്പോൾ ഒരു ആണിൻ്റെ ഇത്ര അധികം കുറ്റപ്പെടുത്തി, അതായത് ഭയങ്കരമായിട്ട് വാർത്താ പ്രാധാന്യം നൽകി പെൺകുട്ടിയുടെ ഫോട്ടോ പോലെ എവിടെയും കാണിക്കാതെ ഭയങ്കര കുറ്റപ്പെടുത്തിയിട്ട് കൊണ്ടുവരുന്നൊരു പ്രവണതയുണ്ട് ഇപ്പോൾ. ശരിക്കും പറഞ്ഞാൽ അത് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഈവൻ ദോ ഞാൻ ഫെമിനിസ്റ്റ് ആണ് എങ്കിലും ഒരു റിലേഷൻഷിപ്പ് എന്ത് വാഗ്ദാനം നൽകുകയാണെങ്കിലും ആ മൊമെന്റ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാത്രം പോവുക. അല്ലാതെ നാളെ അവൻ കല്യാണം കഴിക്കുമെന്നോ അല്ലെങ്കിൽ നാളെ അവന് ജോലി കിട്ടുമെന്നോ, അങ്ങനെ നാളത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയില്ല. കല്യാണം കഴിച്ചെന്നില്ല എന്നിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറെ പെണ്ണിനെ കണ്ടെന്നിരിക്കാം. അതേപോലെ ഇവൾക്കാണെങ്കിലും ഇവൾക്ക് വേറെ റിലേഷൻഷിപ്പ് ആയെന്ന് പറഞ്ഞിട്ട് ഇവളുടെ ഫോട്ടോസ് എടുത്ത് അല്ലെങ്കിൽ ഇവൻ അങ്ങനെ എടുത്ത് കാണിക്കുക, അങ്ങനെയൊന്നും അല്ല. ആ മൊമെന്റ് എങ്ങനെയാണോ, അല്ലെങ്കിൽ നാളെ ഇവളാണ് എൻ്റെ ജീവിതത്തിൽ വരേണ്ടത് അല്ലെങ്കിൽ ഇവനാണ് ജീവിതത്തിൽ വരേണ്ടതാണെങ്കിൽ അവർക്ക് മാരേജിലേക്ക് പോവാം. പക്ഷെ അങ്ങനെ ഒരു പ്രോമിസ് കൊടുത്തിട്ടൊന്നും ചെയ്യരുത്.
അതിന്റെ ആവശ്യമില്ലല്ലോ. അല്ല, നോ പറയാനുള്ള ഒരു ഓപ്ഷൻ എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ എനിക്ക് സേഫ് ആവണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് അവിടെ നോ പറയാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതെ അതെ, ഇതെല്ലാം കഴിഞ്ഞ് ഇത് ഒരു പ്രാവശ്യമല്ല പറയാനില്ലേ പല തവണ പല ഹോട്ടലുകളിൽ കൊണ്ട് എന്നെ പീഡിപ്പിച്ചു, വിവാഹ വാഗ്ദാനം. അതല്ല, ഇപ്പൊ കോടതികളൊന്നും അതിനങ്ങ് കൂടുതൽ ഇത് ചെയ്യുന്നില്ലല്ലോ. വിത്ത് കൺസെന്റോടുകൂടെ പോകുമ്പോൾ അത് സെക്സിനാണെന്നുള്ള നോളജ് അവർക്ക് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പൊ ഹോട്ടൽ റൂമിൽ വിളിക്കുന്നത് അവിടെ പോയിട്ട് ഇന്ത്യ പാകിസ്ഥാന്റെ വാറിനെ കുറിച്ച് പറയാനല്ലല്ലോ. അപ്പൊ അത് മനസ്സിലാക്കാനുള്ള ബോധവും വിവരം ഉണ്ടെങ്കിൽ കോടതി അത് കൺസെന്റ് ആയിട്ട് തന്നെ കരുതി, ഇംപ്ലൈഡ് കൺസെന്റ് ആയിട്ട്. പക്ഷെ ഭയങ്കരമായിട്ടാണ് ആ ആരോപിക്കപ്പെടുന്ന ആ ഒരു ബോയിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഞാൻ എല്ലാരും സപ്പോർട്ട് ചെയ്ത് പറയുന്നില്ല, പക്ഷെ നമുക്കൊരു മനുഷ്യത്വപരമായിട്ട് ഞാൻ പറയുന്നത് ഫെമിനിസ്റ്റ് ആണെങ്കിലും ആ ഒരു പോയിന്റിൽ ഞാൻ അത് പെൺകുട്ടികളെ ഈവൻ ഞാനില്ലേ എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരു ക്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന അഡ്വൈസ് എൻ്റെ മോൾക്ക് കൊടുക്കുന്ന അഡ്വൈസ് തന്നെയായിരിക്കും. ഇവളുടെ അടുത്താണെങ്കിൽ ഇപ്പം നാളെ അവൻ കെട്ടുമെന്ന് പറഞ്ഞും കൊണ്ട് പോകരുതെന്ന് അത് വിചാരിക്കും. നാളെ എന്ത് സംഭവിക്കാമല്ലോ. നാളെ നമുക്ക് തോന്നണം ഈ അളവിൽ അത് വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ വേണ്ടാന്ന് വെക്കണ്ടേ. അത് കണ്ട് അത്രേ തന്നെ ഉള്ളൂ. അപ്പൊ നേരത്തെ പറഞ്ഞത് അപ്പൊ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളോട് ശരിക്കും പറഞ്ഞപ്പോ അനുകൂലിക്കുന്നില്ല. ഇല്ല ഇല്ല, ഒരിക്കലും അനുകൂലിക്കണം. നമുക്ക് എന്തൊക്കെയാണെങ്കിലും ജസ്റ്റിസ് എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് ഫീൽ ചെയ്യണ്ടേ. നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു നിലപാടും നമുക്കൊരു ശരിയെന്ന് തോന്നുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ അതാണ്, നിയമം മറയാക്കി നിയമം ആയുധമാക്കുന്ന സ്ത്രീകളുണ്ട്. കാരണം അവനൊരു പണി കൊടുക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാരണത്താൽ ഇപ്പൊ കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ അതൊരു വലിയൊരു വിഷയമാണ് അല്ലേ അഞ്ജലിക്ക് തോന്നുന്നില്ലേ? അത് എന്താണെന്നറിയോ, ആ നിയമം വന്നത് തന്നെ സെക്സ് ഒന്നും ഒട്ടും ഈസി അല്ല, അന്ന് അവൈലബിൾ അല്ല. അതായത് ഞങ്ങളുടെ കാലത്ത് എന്നൊക്കെ പറയണത് ഫിസിക്കൽ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയണത് ഭയങ്കര എന്തോ ഒരു സംഭവം പോലെ. അത് കല്യാണം കഴിഞ്ഞിട്ട് തന്നെ ആവാൻ പാടുള്ളൂ, വെർജിൻ ആയിരിക്കണം എന്നൊക്കെ വിചാരിച്ച കാലഘട്ടത്തിൽ അതിന് വേണ്ടിയിട്ട് വിവാഹം കഴിച്ചോളാം എന്ന് പ്രോമിസ് കൊടുക്കുകയാണ്. അതിന് വേണ്ടി മാത്രം. അതിനാണ് അന്ന് ആ കാലത്ത് അങ്ങനത്തെ ഒരു വിത്ത് കൺസെന്റ് ആണ് എങ്കിൽ എന്തെങ്കിലും ഒരു വാഗ്ദാനം നൽകിയാണ് കൺസെന്റ് മേടിക്കണമെങ്കിൽ റേപ്പ് ആവുന്നത്. പക്ഷെ ഇന്ന് അതൊക്കെ മാറി, ഒരുപാട്. ഇന്ന് ഇപ്പോഴും 1961 പല നിയമങ്ങളും ഇന്നും ഉണ്ട്. ഇതൊക്കെ മാറണം, കാലഘട്ടം മാറി, ഭയങ്കര ചേഞ്ചായി. അന്ന് ഉപകാരമായിരുന്നത് ഇന്ന് പലതും ഉപദ്രവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, ഈ ഇവരുടെ കാലം എന്ന് വെച്ചാൽ 20ക്ക് ശേഷം വരുന്ന കാലഘട്ടം വേറെയാണ്. അപ്പൊ എല്ലാ രീതിയിലും മാറ്റം വേണം, നിയമം കംപ്ലീറ്റ് മാറണം, ചിന്താഗതികളും എല്ലാം ഭയങ്കര മാറ്റമാണ് ശരിക്കും. പക്ഷെ ഇവരുടെ ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ നല്ല സപ്പോർട്ടീവ് പാരൻസ് ഉണ്ട്. നമ്മളെ പാരൻസ് എന്താ പറയണെങ്കിൽ ചൂലെടുത്ത് അടിക്കണ പാരൻസ് നീ നോക്കണ്ട, ഞാൻ കാണുന്നുണ്ട് അല്ലേ. ഞങ്ങൾ നമ്മുടെ ഇത്രയും സപ്പോർട്ടായിട്ട് ഏതൊരു അമ്മ കൂടെ അതുപോലെ അത്ര അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ള മക്കളും കിട്ടണത് അല്ല, എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ, നമ്മുടെ പാരൻസിന്റെ അടുത്ത് നമുക്ക് ഒന്നും പറയാൻ പറ്റൂല. അന്നത്തെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയില്ലേ, ചൂല് വെട്ടി അടിക്കുന്ന പാരൻസ് ആണ് അന്നുണ്ടായിരുന്നത്. ഒരു ദിവസം പോലും അടി പോലും കൊടുത്തിട്ടില്ല. അല്ല, ഒരു പ്രാവശ്യം ഒരു പട്ടീനെ വിളിച്ചതിന് മാത്രം ഒരു അടി. കുഞ്ഞായിരുന്നപ്പോ എത്ര വയസ്സിലാ? ഒരു 5-6. ഓ, അടി കൊണ്ടുപോലും ഓർമ്മയുണ്ടാവില്ല. ഒറ്റ അടി എന്റെ അറിവിൽ എത്ര അടിച്ചിട്ടുള്ളൂ? 2-3 അടി. കുഴപ്പമില്ല. അപ്പൊ മുറി കൂട്ടിട്ട് അടിച്ചത് എന്റെ ദൈവം, ഞാൻ പേടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ വരും മറ്റേ ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ നിന്നൊക്കെ ആൾക്കാർ അമ്മ പിടിച്ചോണ്ട് പോയി. ഞാന് ഇത് കക്ഷികളടുത്ത് ഇങ്ങനെ പറയുമല്ലോ, കറിയുമ്പോഴേക്കും ഇങ്ങനെ ഡൊമസ്റ്റിക് വയലൻസിനൊക്കെ വരയ്ക്കുമ്പോൾ കുട്ടികളടുത്ത് പറയും, നിങ്ങൾ എന്താണ് 10-91-98 എത്രയാണ് ഈ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. പപ്പയെ അച്ഛനെ ആരെങ്കിലും ഉപദ്രവിക്കണം, നിങ്ങൾ അപ്പം ഈ നമ്പറിൽ വിളിക്കണം. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ മാഡം എഴുതി വെക്കണം ആ നമ്പർ കയ്യിൽ, ആവശ്യം വന്നാലെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അടിച്ചിട്ടൊന്നുമില്ല. അടിക്കാൻ വേണ്ടി വരുമ്പോൾ എന്താണെന്ന് പറയാം, ഞങ്ങളുടെ തൊട്ട് വീട്ടിലെ ഒരു പെന്തക്കോസ്ത് പള്ളിയുണ്ട്. ആ പള്ളിയിൽ വന്നിട്ട് യേശുവിന്റെ നാമത്തിൽ ശക്താൻ എന്നെ വിട്ടു പോന്ന് പറഞ്ഞിട്ട് ഇവൾ എന്റെ അടുത്ത് അങ്ങനെ നിൽക്കുക. അത് വേറെ വഴിയില്ല, മരണഭയത്തിൽ എന്തൊക്കെയാ കാണിക്കണമെന്ന് ആർക്കറിയാം. അടിച്ചിട്ടില്ല എനിക്ക് അതിനെതിരാ. ഞാൻ കേട്ട കഥയിൽ ഒരു സംഭവം എനിക്ക് എന്തിനെതിരെയും പ്രതികരിക്കുന്ന ഒരാളാണല്ലേ? തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് പ്രതികരിക്കും. പക്ഷെ എന്റെ അമ്മ എന്നെ തടയും. എന്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ എനിക്ക് എടുക്കാൻ പറ്റില്ല. ഇല്ല ഞാൻ ഓഫീസിൽ തന്നെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് ആൾ അപ്പുറത്തെ ക്യാബിൽ ഇരുന്ന് കേട്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് യാതൊരു പ്രശ്നവും ഇല്ലാത്തതായിരുന്നു. അപ്പോഴേക്കും ആളിങ്ങനെ കയറി വന്ന സമയത്ത് ഞാനൊക്കെ എന്തെങ്കിലും സംസാരിച്ചാൽ എൻ്റെ പാരൻസ് എന്ന് വെച്ചാൽ പെമ്പിള്ളേരാണ് സംസാരിക്കരുത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ തടയിട്ട് കുറച്ചുകൂടെ ഞാൻ സബ്മിസീവ് ആയിരുന്നു. പിന്നെ ലോ ഒക്കെ പഠിച്ചപ്പോഴാണ് വന്നത്. പക്ഷെ ഇവള് വന്നിട്ട് അത് ഡീൽ ചെയ്ത് ഇവൾ അങ്ങനെ ഒപ്പം നിന്നു. പക്ഷെ ഞാൻ ഇറങ്ങിപ്പോയി, ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇവള് തന്നെ ഡീൽ ചെയ്യട്ടെ, ഞാൻ അങ്ങനെ അലോ ചെയ്യും എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ കേരളത്തിൽ മാത്രം
പുറത്ത് നടക്കത്തില്ല. കേരളത്തിൽ നീ എന്ത് വേണോ പ്രതികരിച്ചോന്നാ പറഞ്ഞു. അതല്ല, അത് പ്രതികരിക്കാന്ന് വെച്ചാൽ കഴുത്ത് വെട്ടോന്ന് പറഞ്ഞിട്ട് ഒരു ഗുണ്ടായിരുന്നു, അത് പറഞ്ഞു കൊടുക്ക്. എന്തായിരുന്നു കഴുത്ത് വെട്ടോ? അത് ആക്ച്വലി വലിയ കാര്യമൊന്നുമില്ല. ഒരു ഹോട്ടലിൽ പോയി ബീഫ് കഴിച്ചു എവിടെ ബാംഗ്ലൂര്. അപ്പോൾ ഒന്നാമത് ബീഫിന്റെ ഒരു ഇഷ്യൂ നടക്കുന്ന സമയമായിരുന്നു. അപ്പൊ ഞാൻ ആ സമയത്ത് കുറച്ച് മസാല ഇടാൻ വേണ്ടി കുറച്ച് ബീഫ് കിട്ടുമെന്ന് ചോദിച്ചു. അപ്പൊ ഒരു പുള്ളി കേട്ടു, അവിടുത്തെ കന്നഡ ഗുണ്ട അത് കേട്ടു. അപ്പോൾ എന്തോ ഞങ്ങൾ തമ്മിൽ വാക്തർ, പുള്ളി എന്താ മലയാളം അറിയാമെന്നോ, ഞാൻ പറഞ്ഞു എനിക്ക് തമിഴ് അറിയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ആറ്റിറ്റ്യൂഡ് ഇട്ട് വെളി വന്നു. അതിനുശേഷം പിന്നെ അവിടെ എന്തൊക്കെ അടിയായി. പിന്നെ എന്നെ കണ്ടു കഴിഞ്ഞാൽ തല വെട്ടുന്നു. ഇവളുടെ ആമ്പിള്ളേരെ ഫ്രണ്ട്സിനെ എല്ലാം ഓടിച്ചിട്ട് തല്ലി. പോരാ ഞാൻ നോക്കിയപ്പോ തല്ലുവെന്ന് പറഞ്ഞു, തല്ലിയില്ല. ഞാൻ 3 ദിവസം റൂമിൽ നിന്ന് എന്റെ കഥയില്ലേ. അല്ല, ഞാൻ എന്റെ ഇത് കൂടെ 3 ദിവസം വിളിച്ച സമയത്ത് പുറത്തിറങ്ങാതെ പേടിച്ചിരിക്കുന്ന സ്വിഗ്ഗി ഓർഡർ ചെയ്ത് അകത്തിരുന്നു. 3-ാമത്തെ ദിവസം എന്നോട് പറഞ്ഞു, അമ്മ ചെറിയ പ്രശ്നമുണ്ട്, ഇങ്ങനെയാണ്, ഞാൻ പുറത്തിറങ്ങി എന്റെ തല വെട്ടുന്നത്. അപ്പോൾ ഒരു അമ്മ എന്നുള്ള ലെവലിൽ എന്താ പറയുക, ഞാൻ പറഞ്ഞു നിന്നെ പഠിക്കാനാണ് വിട്ടത്, നീ അവിടെ പഠിച്ചിട്ട് വാ എങ്ങനെയെങ്കിലും, അല്ലാതെ അവിടെ പോയിട്ട് വല്ലവനും നിന്നെ കൊട്ടേഷൻ അവിടെ ചെന്നിട്ട് മറ്റേ ഇതൊരു ഈ ബീഫ് വിഷയത്തിന് വല്ലതും പറയേണ്ട ആവശ്യമുണ്ട്, പോയി മാപ്പ് ചോദിക്കേ എന്ന് പറഞ്ഞിട്ട് മാപ്പൊന്നും ചോദിക്കാൻ എന്നെ വിട്ടിടുങ്കേ, ഞാൻ കേരളാവിൽ നിന്ന് വന്നേ, എനിക്ക് പഠിക്കാൻ വന്നേ എന്നൊക്കെ പറഞ്ഞ് തൊഴുത് വീട് അപമാനിക്കുക ആണോ? ശരിക്കും അങ്ങനെ കരഞ്ഞു? അങ്ങനെയില്ല, പറയട്ടെ. ഇത് വന്നു, അപ്പൊ തല വെട്ടോന്ന് പറഞ്ഞിട്ട് 3 ദിവസം വെളിയിൽ ഇറങ്ങിയില്ല. സ്വിഗ്ഗി എന്നെ ഓർഡർ ചെയ്ത അവസാനം പൈസയൊക്കെ തീർന്ന സമയത്ത് അമ്മ വിളിച്ചമ്മ ഒരു ഇഷ്യൂ ഉണ്ട്, ആള് പാനിക് ആവണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറയാത്തത്. പിന്നെ പിറ്റേ ദിവസം പോയിട്ട് പുള്ളിയെടുത്ത് പറഞ്ഞു ഇങ്ങനത്തെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് വന്നതാണ്. പിന്നെ കുറച്ച് മസാല ചേർക്കാൻ വേണ്ടി ഞാൻ ഒന്ന് കൈ തൊഴുതു, സോറി ചേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ കരഞ്ഞൊന്നുമില്ല. പിന്നെ പിറ്റേ ദിവസം തൊട്ട് പുള്ളിക്ക് ഭയങ്കര പ്രേമം. നല്ല സിനിമ കഥ അല്ലേ? നായികയെ പ്രേമിച്ച ഗുണ്ട. കൊള്ളാം. ഒരു ബീഫ് അതാണ് ലാസ്റ്റ് കിട്ടിയ തേപ്പ്. റിലേഷൻഷിപ്പ് ഒന്നുമില്ല, തേപ്പല്ല. ഓക്കെ, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ്. ഓക്കെ, ഞാൻ അങ്ങനെ പറയുള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ, ഈ തേപ്പ് എന്ന് പറയുന്നത് അത്ര മോശം കാര്യമൊന്നും അല്ല. ഒരു റിലേഷൻഷിപ്പില് ഒരാൾക്ക് പറ്റുന്നില്ല, ആദ്യം അവര് പറയും എനിക്ക് പറ്റുന്നില്ലടി അല്ലെങ്കിൽ പറ്റുന്നില്ലടാ എന്ന് പറഞ്ഞിട്ട് അത് മറ്റാൾ ഇല്ല ഞാൻ പോയേ പറ്റുള്ളൂ, നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ, നിങ്ങൾ എന്നോട് ഐ ലവ് യു പറഞ്ഞില്ലേ, പറ്റാതെ പറഞ്ഞില്ലേ, ഇത് പറഞ്ഞിട്ട് അതിനിങ്ങനെ പിടിച്ചു വലിച്ച് നിൽക്കുമ്പോൾ അത് റിലേഷൻഷിപ്പ് അല്ല. അപ്പം മറ്റാൾ എന്താ പറയുക, നൈസ ഊരും, അതല്ലേ തേപ്പ്. അത് വെച്ചാൽ അവരൊരു റിലേഷൻഷിപ്പായി കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സിലേക്ക് പോണതിനേക്കാൾ എത്രയോ നല്ലത്. ഏതോ ഒരു മൊമെന്റിൽ അവർ മനസ്സിലാക്കുകയാണ് ഇവർ യോജിക്കൂല, എന്ത് തന്നെ ആയിക്കോട്ടെ, അതിന് അങ്ങനെ പോണതിന് ഞാൻ റെസ്പെക്റ്റോടുകൂടെ ഒരുപാട് പെയിൻ മറ്റാൾക്ക് കൊടുക്കരുത്, ഒരുപാട് അതിലോട്ട് തള്ളിയിടാതെ പതിയെ അയാളെയും കൂടെ അതിനകത്ത് വെച്ചിട്ട് മ്യൂച്വലി പോകുന്നതിന് നല്ലത്. എനിക്ക് റിലേഷൻഷിപ്പ് ഉള്ള ആൾക്കാർ ഇതുപോലെ കടിച്ചു തൂങ്ങിയൊന്നുമില്ല, പറയുമ്പോൾ മനസ്സിലാവും ആൾക്ക്. ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ വിവരം ബോധമുള്ള ആൾക്കാരെ വേണം പ്രേമിക്കാൻ. അതാണ് ഒറ്റ കാര്യം കൂടി, പാരൻസ് എന്തു പറയും, സമൂഹം എന്തു പറയും, ഈ കുട്ടികളെയും കൊണ്ട് ഇനി ഞാൻ എങ്ങോട്ട് പോകും? ഈ സിറ്റുവേഷനിൽ ഇപ്പോഴും മൃഗീയമായിട്ടുള്ള പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുണ്ട്. ഇവർക്ക് അതിൽ നിന്നൊരു രക്ഷയില്ല. അവർ ചിന്തിക്കുന്നത് സമൂഹം എന്തു പറയും, എൻ്റെ പാരൻസ് എന്നെ തിരിച്ച് വീട്ടിൽ കയറ്റില്ല, ഇനി എനിക്ക് അനിയത്തിയും ചേച്ചിയൊക്കെ ഉള്ളതാണ്, ചേട്ടനുള്ളതാണ്, ഞാൻ എന്ത് ചെയ്യും? അങ്ങനെയുള്ളവരാണ് സൂയിസൈഡിലേക്ക് പോകുന്നത് ഒരു വിഭാഗം ആൾക്കാർ. അല്ലാതെ ഇപ്പോഴും നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. പേടിയാണ്, ഡിവോഴ്സ് എന്ന് പറയുന്നത് പേടിയാണ്. അവരോട് എന്താ പറയാനുള്ളത്? അല്ല, ആദ്യം വന്നിട്ട് ഡിവോഴ്സ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷനാണ്. ആ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പേ നിങ്ങൾ നല്ല രീതിയിലൊന്ന് ആലോചിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ക്യാഷും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കിടക്കാൻ ഒരിടം വേണ്ടേ, കഴിക്കാനുണ്ടേ, കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ ഫീഡ് ചെയ്യണ്ടേ. അപ്പോൾ ഇതിനെന്തെങ്കിലും സ്വന്തമായിട്ടും വരുമാനം കാര്യങ്ങളെല്ലാം ഉണ്ടാക്കണം ആദ്യം വന്നിട്ട്. പിന്നെ ഫൈറ്റും കേസും ഒക്കെ രണ്ടാമത്തെ കാര്യങ്ങളാണ്. മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം കാലിൽ ആദ്യം നിൽക്കുകയാണ് എങ്കിൽ, ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് പ്രശ്നം വരുന്നത്. അല്ലാതെ നിൽക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബാക്ക് സപ്പോർട്ട് ഉണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ അതിലേക്ക് ഒരു ഡിവോഴ്സ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുക്കുക. അല്ലെങ്കിൽ ആ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ലെവലിലേക്ക് നിങ്ങൾ വളരൂ. ഇപ്പം ഞാനാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ആണെങ്കിൽ അദ്ദേഹം ഇവിടെയാണെങ്കിൽ ഞാൻ ഈ ലെവലിൽ അങ്ങ് ഉയർന്നു, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അടുക്കാൻ പോലും പറ്റില്ല. ഇത് അദ്ദേഹത്തിന് എന്നെ കാണണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യണം. ആ ലെവലിലേക്ക് ഞാനങ്ങ് വന്നു. ഇപ്പം അത് എവിടെയാണെന്ന് പോലും എനിക്ക് അറിയത്തില്ല, എങ്കിലും ഞാൻ പറയുന്നതാണ് അങ്ങോട്ട് ഫൈറ്റ് ചെയ്യുകയോ അങ്ങനെയാണ് റിവെഞ്ച് ചെയ്യണം. റിവെഞ്ച് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരൂ,
വളരും. എല്ലാ രീതിയിലും വളരും. ഗാന്ധിയെ കയ്യിൽ കൊണ്ടുവരും, ആ, ധൈര്യം കൊണ്ടുവരൂ, സംഭരിക്കും. സന്തോഷം കൊണ്ടുവരൂ, പൊട്ടിച്ചിരിക്കാൻ കഴിയണം. നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് യാത്ര പോകണമെന്ന് ഒരു ആഗ്രഹം ഉള്ളിലുണ്ട്, അതിന് റെസ്ട്രിക്ഷൻ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാലാണ് പെണ്ണിന് സക്സസ് എന്ന് പറയുന്നത്. അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടാൻ പറ്റുന്നത്, അവൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാൻ പറ്റുന്നത്. ഫുഡ് എന്ന് പറയുന്നത് ഞാൻ പറയാം, ഒരു പെൺകൊച്ച് എൻ്റെ അടുത്ത് കല്യാണം കഴിഞ്ഞ് ആഫ്റ്റർ മാരേജ് വേറെ ഡിവോഴ്സായി കല്യാണം കഴിച്ചിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, മാം ഒരു കാര്യം അറിയോ, സെക്കൻഡ് ഹസ്ബൻഡ് എൻ്റെ അടുത്ത് ചോദിച്ചു, നിൻ്റെ ഫ്ലേവർ ഐസ്ക്രീം കഴിക്കാൻ പോയപ്പം നിൻ്റെ ഫ്ലേവർ എന്താ, നിനക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ എന്താന്ന്. അന്ന് ഞാൻ ആലോചിച്ചു, എനിക്കങ്ങനെ ഒരു ഇഷ്ടമുണ്ടോ, എനിക്കും ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഉണ്ടോ. അവൾക്കതുപോലും അറിഞ്ഞുകൂടായിരുന്നു. അവൾക്ക് ചോക്ലേറ്റ് ഫ്ലേവർ ആണോ വാനില ആണോ എന്താണ് അവളുടെ ഫ്ലേവർ എന്ന് പോലും അറിയില്ല. എനിക്കത് ഭയങ്കര അതിശയമായി മാം. ഞാൻ അങ്ങ് ചിന്തിക്കുന്നുണ്ടായിരുന്നു, എന്തായിരുന്നു എൻ്റെ ഫ്ലേവർ, എന്തായിരുന്നു എൻ്റെ ഇഷ്ടം. ഇതൊക്കെ കുട്ടികളെ നിങ്ങൾ തിരിച്ചറിയൂ. എന്താണ് ഇഷ്ടം, നിന്റെ ഫാഷനാണോ ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങൾക്ക് യാത്രയാണോ ഇഷ്ടം, എന്താണ് കൂടെ നിന്ന് ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരാളാണ് പാർട്ട്ണർ എന്ന് പറയുന്നത്. ഒരു ബിസിനസ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ളതാണല്ലോ ബിസിനസ് പാർട്ട്ണർ. അതേപോലെ തന്നെയാണ് ലൈഫ് പാർട്ട്ണർ എന്ന് പറയുന്നത്. രണ്ടുപേരും ഫ്ലറിഷ് ആവട്ടെ, രണ്ടുപേരും എല്ലാ രീതിയിലും വളരട്ടെ, ഇമോഷണലിയും സ്നേഹത്തിലും എല്ലാത്തിലും. അതാണ് നല്ല റിലേഷൻഷിപ്പ്. അല്ലാതെ ആൾക്കാർ കാണുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിടുന്നതൊന്നും അല്ല. തീർച്ചയായിട്ടും. ലാസ്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കട്ടെ, ഏറ്റവും പ്രായം കുറഞ്ഞതും ഏറ്റവും പ്രായം കൂടിയതുമായിട്ടുള്ള ഡിവോഴ്സ് അത് ഏത് ഏജാന്ന് വേണോ കയ്യിൽ മുമ്പിൽ വന്നത്? പ്രായം കൂടിയത് വരട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ റിട്ടയർമെന്റ് വന്നിട്ടുണ്ട്, ഇഷ്ടം പോലെ വരാറുണ്ട്. കുട്ടികളെല്ലാം അതുവരെ ഇവർ എൻഗേജ്ഡ് ആയിരിക്കുമല്ലോ, അവർ രണ്ടുപേരും ജോലിയിലും രണ്ടുപേരും തിരക്ക്. പ്രത്യേകിച്ച് സ്ത്രീകളാണ് ആഫ്റ്റർ റിട്ടയർമെന്റ് വരുന്ന സമയത്തായിരിക്കും ഇവർക്കൊന്നും വയ്യായിരിക്കും. ഒന്നെന്ന് വെച്ചാൽ ഫിസിക്കലി അവർ ഭയങ്കര വീക്കായിരിക്കും, മെനോപോസ് ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത്. അപ്പോഴേക്കും അവൾക്ക് ചായ ഇട്ടതാ, മറ്റേത് ഇട്ടതാ, അത് ചായ ഇത് ചെയ്താന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇയാളെ കൊണ്ടൊരു ഉപകാരമല്ല, ഉപദ്രവം മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നുവെച്ചാൽ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴേ യജമാനനും അടിമത്വവും അല്ലെങ്കിൽ വേലക്കാരിയൊന്നും അല്ലല്ലോ. നല്ല റിലേഷൻഷിപ്പ് അല്ല കേട്ടോ ഞാൻ പറയുന്നത്. ബാക്കിയുള്ളവർ അങ്ങോട്ട് തന്നെ നിനക്ക് വയ്യെങ്കിൽ കിടക്ക്, ഞാൻ പോയി ചായ ഇട്ടുകൊണ്ട് വരാം എന്ന് പറയുന്ന ഭർത്താക്കന്മാരുണ്ട്. മറ്റേത് അങ്ങനെയല്ല, അവിടെ ചാരി ഇരുന്ന് റിമോട്ടും വെച്ചിട്ട് രാവിലെ പുള്ളിക്കാരത്തേക്ക് എണീക്കാൻ പോലും പറ്റില്ല. അവരുടേതായിട്ടുള്ള രോഗത്തിൻ്റെ അവസ്ഥയിൽ ഉണ്ടാ സമയത്ത് മക്കളെ എല്ലാം കഷ്ടപ്പെട്ട് വളർത്തി അവരെല്ലാം പല വിദേശത്തായിരിക്കും. അപ്പോഴായിരിക്കും ഇയാളെന്ന് പറയുന്നത് ഒരു ഉപദ്രവമായിട്ട് വരും. അങ്ങനെ വരും. പിന്നെ വരുന്നത് കല്യാണം കഴിഞ്ഞ് ഒരു 2 മാസമായിട്ടും 1 മാസമായിട്ടുള്ള ഡിവോഴ്സ് വരെ വന്നിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ട്. ആദ്യത്തെ ഒരു 5 ഇയേഴ്സിനകം ഒക്കെ കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും വരാത്തതൊരു 15+ ഒന്നും വന്നിട്ടില്ല. അതൊക്കെ ആകുമ്പോഴേക്കും ഒരു തരം സാച്ചുറേറ്റഡ് സാധനത്തിലെത്തും. ഓക്കെ, അപ്പൊ എന്തായാലും കേട്ടല്ലോ, എല്ലാം ലൈഫിലേക്കുള്ള കുറെ പാഠങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ പഠിക്കുന്നതല്ല, നമ്മളെ അനുഭവങ്ങളാണ് ഏറ്റവും വലിയ പാഠമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും.